കണവ നമ്മൾ മേടിച്ചു കഴിഞ്ഞ ദിവസം. അത് ഞാൻ ഫ്രീസറിൽ ഈ പാത്രത്തിലിട്ട് മുഴുവനായിട്ട് കഴുകി വൃത്തിയാക്കിയതേ ഉള്ളൂ. പുറം മുഴുവൻ മൊത്തത്തോടെ അങ്ങ് കഴുകി വൃത്തിയാക്കി ഇതിനകത്ത് അടച്ച് വെള്ളം ഇങ്ങനെ പാത്രം നികക്കെ ഇത്രയും വെള്ളം ഒഴിച്ച് ഞാൻ ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ വെച്ചാൽ ഒരു 6 മാസം ആണെങ്കിലും നമ്മൾക്ക് ഇറച്ചിയും മീനും കേടുകൂടാതിരുന്നുള്ളൂ. ഒരു പ്രശ്നമില്ല. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക കേട്ടോ. നല്ലതായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഇത് ഈ സാധനം ഇറച്ചിയും മീനും ഒക്കെ ഇവിടം വരെ ഉണ്ടെന്ന് ഓർത്തു. അപ്പോൾ അതിൻ്റെ മേള് വരെ വെള്ളം, അതായത് ഇതിനകത്ത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. അങ്ങനെ ഞാൻ ഈ കണവ മൊത്തത്തിലൊന്ന് കഴുകിച്ച് ഇങ്ങനെ ഇതിനകത്താക്കി മേള് വരെ ഇങ്ങനെ വെള്ളം വെച്ചിരിക്കുമായിരുന്നേ. എന്നിട്ട് ഇതേ ഇപ്പോൾ എടുത്ത് അതിൻ്റെ തലയെല്ലാം കളഞ്ഞു. അകത്തൊരു ഇങ്ങനെ അതിൻ്റെ ബോണായിരിക്കും, ഇങ്ങനെ നീണ്ടൊരു സാധനമുണ്ട്. അത് പിന്നെ മഷി പോലൊരു സാധനമുണ്ട്. ഇതിനകത്ത് അധികം മഷിയില്ലായിരുന്നു, ചിലത് ഭയങ്കരമായിട്ട് കാണാം, വലുതിനകത്തായിരിക്കും. ഇത് ഇടത്തരമാണ്. അപ്പോൾ ആ മഷിയെ പിന്നെ അതിൻ്റെ കണ്ണ്, തല, പിന്നെ തലയുടെ അവിടെ നിന്ന് ഇങ്ങനെ നീണ്ട് നമ്മുടെ ഒക്ടോപ്പസിൻ്റെ അത്രയും ഇങ്ങനെ നീണ്ട സാധനമുണ്ട്. അതും എല്ലാം ഞാൻ കളഞ്ഞു. ഞാൻ ആകെ എടുത്തത് വേണ്ട ബാക്കിയുള്ള അതിൻ്റെ ശരീരം മാത്രമേ എടുത്തുള്ളൂ. ഇങ്ങനെ ഇരിക്കും അത്. ബാക്കി ഇവിടെ തലയാണ്, ഈ മേളി തല, പിന്നെ ആ തലയും ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ ഒക്ടോപ്പസിൻ്റെ പോലെ നാര് പോലെ ഇങ്ങനെ സാധനം കിടക്കുവേ. അതെല്ലാം കളഞ്ഞു. ഇതേണ്ട ഇതിനകത്ത് ഞാനിങ്ങനെ കത്തിയും കൊണ്ട് ഇങ്ങനെ ഇരുന്ന സാധനം കത്തിയും കൊണ്ട് ഇവിടെ കണ്ടിച്ചു ഇങ്ങനെ വെച്ച്. അതിനകത്ത് നെയ്യായിരുന്നു, നല്ല നെയ്യ്, പിന്നെ കുറച്ച് അതിൻ്റെ കുടലെ സാധനങ്ങളൊക്കെ എല്ലാം കളഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ കീറി ഇപ്പം ഇങ്ങനെ എടുത്തു. എന്നിട്ട് ഇതിങ്ങി ഇങ്ങനെ നടുക്കൂടെ ഇങ്ങനെ നടുക്കൂടെ ഇങ്ങനെ അതും കണ്ടിച്ചാൽ മതി. ഞാൻ വലിച്ചു കീറി പെട്ടെന്ന് നിങ്ങളെ കാണിച്ചതേ ഉള്ളേ. ഞാൻ ഇങ്ങനെ കണ്ടിച്ചെടുത്തിട്ട് പിന്നെ വേണ്ട പടവലങ്ങയും പച്ചച്ചെമ്മീനും കൂടെ നമ്മൾ മെഴുക്കുവരട്ടി വെക്കാൻ നേരം ഇങ്ങനെ പടവലങ്ങ കണ്ടിക്കത്തില്ലേ, ഇതേപോലെ ഇത് ഫുള്ള് കണ്ടിച്ചെടുത്തിട്ട് നമ്മൾ എറണാകുളംകാർ വെക്കുന്ന പോലെ കണവ റോസ്റ്റ് ഞാനിപ്പം വെക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയും ഇങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇനി ഇതൊന്നുകൂടെ മഞ്ഞളിനകത്തും ഉപ്പിനകത്തും എല്ലാം നമ്മൾ കഴുകിയെടുക്കണം. ഇതിപ്പം ഞാൻ മൊത്തം ഒന്ന് ഡ്രസ്സ് ചെയ്തെടുത്തതേ ഉള്ളൂ. ഇനി നമ്മളിത് മഞ്ഞളിനകത്തും ഉപ്പിനകത്തും നല്ലതായിട്ട് കഴുകി കുറേ പ്രാവശ്യം കൂടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടാണ് നമ്മൾ നല്ല വാലാൻ വെക്കുക കിഴുത്തപാത്രത്തിൽ. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് വേവിച്ചെടുത്തിട്ട് പിന്നെ ഉലത്തിയെടുക്കും. കുറച്ച് പ്രോസസ്സിങ് ഉണ്ട്. ഇത് കണ്ട് ഇതുപോലത്തെ ഇങ്ങനെ അകത്ത് കാണും, അത് നമ്മൾ കളയണം. ഒരു സാധനവും അകത്തേതൊന്നും എടുക്കാൻ പാടില്ല. എന്നാന്ന് വെച്ചാൽ വയറ്റി പിടിക്കുകയില്ല. അപ്പം പ്രത്യേകിച്ച് മഴക്കാലമല്ലേ, ഇപ്പം വയറ്റി പിടിക്കത്തില്ല. നമ്മളാണെങ്കിൽ മഴക്കാലത്ത് ഇങ്ങനത്തെയൊക്കെ വാങ്ങിക്കാതിരിക്കുന്നതായിരിക്കും സേഫ്, ഈ കക്കാറച്ചി അങ്ങനെയൊക്കെ. കാരണം എന്ന് വെച്ചാൽ മഴക്കാലത്ത് ഇങ്ങനെയുള്ളതൊക്കെ ദഹിക്കാൻ പാടല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാനിതെല്ലാം കണ്ടിച്ചെടുത്തിട്ട് കാണിക്കാവേ. നമ്മുടെ കണവ കഴുകി വാരി പാലാൻ വെച്ച കണവ ഞാൻ തേണ്ടേ കുക്കറിനകത്തിട്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. മഞ്ഞൾപ്പൊടി ശകലം ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. എന്നിട്ട് 5-6 ചുമന്നുള്ളി, 5-6 അല്ലി വെളുത്തുള്ളി ഇത്രയും ഒന്ന് ചതച്ചിട്ടു. ഇനി നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഒരു 6 വിസിലടിക്കണം. 6 വിസിലടിച്ച് 1 കിലോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാം ഡ്രസ്സ് ചെയ്ത് വൃത്തിക്ക് വന്നപ്പോൾ എല്ലാം നമ്മൾ കളഞ്ഞില്ല. 1/2 കിലോയോളം വേസ്റ്റാണ്, അത് കളഞ്ഞു. അപ്പം വേണ്ടേ ഇതൊന്ന് 5-6 വിസിലടിച്ച് വെന്ത് കഴിയുമ്പോൾ ബാക്കി പിന്നെ കാണിക്കാവേ. കുക്കറിൽ കണവ വേഗുന്നേ ചീറ്റിക്കൊണ്ടിരിക്കുന്നു. 3 വിസിലായി. ഇനി ഒരു 3 കൂടെ ആകുമ്പോൾ നിർത്താം. അതിനകത്ത് ഇട്ടത് മഞ്ഞൾപ്പൊടി, ഉപ്പും, പിന്നെ 5-6 ചുമന്നുള്ളി, 5-6 അല്ലി വെളുത്തുള്ളിയും, 1/2 ഇഞ്ച് നീളത്തിലൊരു കഷ്ണം ഇഞ്ചിയുടെ കാര്യം പറയാൻ മറന്നുപോയെന്നാണ് തോന്നുന്നത്. അത്ര ഇട്ടാണ് വേവിച്ചേ. വെന്തുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് ഈ ഉരുളിയിലൊന്ന് ബാക്കിയുള്ള വഴറ്റിയെടുക്കാം. ബാക്കി ഒരു 10-12 അല്ലി ചുമന്നുള്ളി, പിന്നെ വേണ്ട ഒരു 5-8-10 വെളുത്തുള്ളി, ഒരു 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി, ഇത്രയും ഒന്ന് നമുക്ക് വെളിച്ചെണ്ണയിൽ കടുക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കേട്ടോ. എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടി, കറിവേപ്പില ഇട്ടു, ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചത് ഇട്ടു. ഇനി ഇത് വഴന്ന് വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല,
മീറ്റ് മസാല, ഗരം മസാല ഒരു നുള്ളിട്ടാൽ മതിയേ, ഒത്തിരി വേണ്ട. പിന്നെ കുരുമുളക് ചതച്ചിടണം, ഇത്രയും മതി. മനസ്സിലായല്ലോ? ഇല്ല റിവൈൻഡ് അടിച്ച് കേൾക്കണം കേട്ടോ, തെറ്റിപ്പോരുതേ, തല്ലുകൊള്ളും. ഞാൻ പറഞ്ഞതെല്ലാം ഇട്ടേ. ഇനിയിപ്പോൾ ദാ വെന്ത കണവ നമ്മളൊരു അരിപ്പയ്ക്കകത്തത് ഇതുപോലെ എടുത്തു. കാരണം ഒരു സ്പൂണൊക്കെ വെള്ളം മിച്ചം വരുവേ. 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചല്ലായിരുന്നേ ഇതിനകത്തോട്ട്, അത്രയും മിച്ചം മതി. അപ്പം അതൊഴിക്കണ്ട, അതൊഴിക്കാതെ അരിപ്പയ്ക്കകത്ത് നമ്മൾ അരിച്ചെടുത്തതേ. ഇനിയിപ്പം നല്ലതായിട്ടിത് വരണ്ട് തീ കുറച്ച് വെച്ച് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചേക്കാം. നല്ലതായിട്ട് വേറൊരു കാര്യം അത്യാവശ്യം പറയാൻ മറന്നുപോയി. കുടംപുളി ഒരു കഷ്ണം ഇട്ട് വേണമായിരുന്നു വേവിക്കാൻ. ഞാൻ ഇട്ടുമില്ല, നിങ്ങളോട് പറഞ്ഞുമില്ല. വേവിക്കുമ്പോൾ, കുക്കറി വേവിക്കുമ്പം നമ്മുടെ വയറ്റിൽ കുഴപ്പമൊന്നും വരാതിരിക്കാൻ, വയറ്റുവേദനയോ പ്രശ്നമോ ദഹനക്കേടോ വരാതിരിക്കാൻ ചെമ്മീനും നമ്മൾ കണവയും ഇങ്ങനത്തെയൊക്കെ വേവിക്കുമ്പോൾ ഒരു കഷ്ണം കുടംപുളി കഴുകി വൃത്തിയാക്കി അതോടെ ഇട്ട് വേണമായിരുന്നു വേവിക്കാൻ. പക്ഷേ മറന്നുപോയി കേട്ടോ. ഇതിനകത്ത് ഞാൻ തക്കാളിയൊന്നും ചേർക്കുകയില്ല, കുടംപുളി ചേർത്തില്ല. ഇനിയിപ്പോൾ ഞാൻ പറയട്ടെ, ഫ്രിഡ്ജിനകത്ത് ഞാൻ കുതിർത്ത കുടംപുളി ഇരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം മീൻകറിക്ക് അത്രയും വേണ്ടായിരുന്നു. 2 പാത്രത്തിൽ, കുഞ്ഞു പാത്രത്തിൽ ഫ്രിഡ്ജിലുണ്ട്, എടുത്തുകൊണ്ട് ഓടിയോ. അപ്പോൾ അത് ഞാനൊന്ന് മൂടി വെച്ച് വേവിക്കുമ്പോൾ ഈ നടുക്കോട്ടിട്ടിട്ട് ഇതെല്ലാം കൂടെ തട്ടിപ്പൊത്തി അതിനകത്തിട്ട് ഒന്ന് മൂടി വെക്കാം. അതിൻ്റെ വെള്ളവും ആ ഫ്ലേവറും ഒക്കെ ഒന്ന് ഇറങ്ങിയാൽ മതി നമുക്ക് വയറ്റി പിടിക്കാനായിട്ടാണ് കേട്ടോ. എന്നുവെച്ചാലേ മഴക്കാലവും കൂടെ അല്ലേ, വല്ലോ ഒരു ദഹനക്കേട് വരണ്ട. അത് പറയാൻ മറന്നുപോയേ, അതെടുത്ത് വെക്കാഞ്ഞോണ്ടേ പറയാൻ മറന്നുപോയി. തുറക്ക് ഇതുണ്ട്, ഞാൻ ഫ്രിഡ്ജിൽ കഴിഞ്ഞ ദിവസം മിച്ചം എടുത്ത് വെച്ചിരുന്ന. അപ്പോൾ ഇത് മതി, ചെറുത് മതി, അത് മതി, ഒത്തിരി ഒന്നും വേണ്ട. 2 എടുക്കാൻ പറഞ്ഞായിരുന്നോ? അത് പറഞ്ഞതിൻ്റെ കുറ്റം. വേണ്ടേ, നമുക്ക് അതിട്ട് വേവിക്കണമായിരുന്നു. എനിക്കതിൻ്റെ വെള്ളം ഒരു 1/2 സ്പൂൺ വെള്ളവും കൂടെ അതിൻ്റെ ഒഴിച്ച് നമുക്കിതിങ്ങനെ തട്ടിപ്പൊട്ടി നല്ലതായിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഉണ്ടാക്കിയ ഉടനെ ചൂടോടെ കഴിക്കണം. ഇരിക്കും തോറും ഇതിൻ്റെ ഈ ഇറച്ചിക്ക് കട്ടി കൂടും, റബ്ബർ പോലാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയ ഉടനെ കഴിച്ചോണം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ആ കുടംപുളിയുടെ ഇതില്ലേ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി, ഒന്ന് സത്തൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് മൂടി വെക്കട്ടെ. അപ്പോൾ ആയിക്കോളും കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഉലർത്തിയെടുക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്യാം. മേസ്തിരിയെ വേണം, ആവശ്യമുള്ളവർ വിളിച്ചാൽ മതി. ഏത് പണിയും പുള്ളി ചെയ്തോളും, പുള്ളിയെ വിളിച്ചാൽ മതി. വേണ്ടോ, ചാന്തൊക്കെ കൂട്ടിയേക്കുന്നുണ്ടോ? ഇതിൻ്റെ റേഷ്യോ ശരിയാണോ ചാന്തിൻ്റെ? അവിടെ ഇടാതെ, അവിടെ ഇട്ടാൽ പുള്ളിക്കൊരു ചെറിയ കരണ്ടിയുണ്ട്. വേണ്ടേ, കണ്ടോ? അവിടെ ഇഷ്ടിയെ വെച്ചില്ലെങ്കിൽ വെള്ളം ഒത്തിരി അങ്ങോട്ട് പോകണ്ട. അവിടെ ഇഷ്ടിയെ വെച്ചില്ലെങ്കിൽ വെള്ളം ഇങ്ങോട്ട് വരുന്നേ. അത് കാരണം പുള്ളി തന്നെ ചെയ്യുക. വൈകിട്ട് ചർച്ചിൽ പോകണം പുള്ളിക്ക്. എല്ലാ സാറ്റർഡേയും യൂത്ത് മീറ്റിംഗ് ഇല്ലേ, അതിന് പോകണം. അതിന് മുമ്പേ ഓട്ടോച്ചേട്ടൻ 5 മണിക്ക് വരും. അതിന് മുമ്പേ എല്ലാം ചെയ്യുമോ. ഇപ്പം 3 മണി ആയതേ ഉള്ളൂ. ഇപ്പോഴാണ് പുള്ളി ഓർത്ത്, രാവിലെ മറന്നുപോയി അല്ലേ കൊച്ചേ? ഈ മൂലയ്ക്കും കൊടുക്കണം ഒരു ചെറിയ കട്ടേ. ഞാൻ നീങ്ങിക്കോട്ടെ, എടുക്കാം. അപ്പോൾ ഇതാ പച്ചമോര് കലക്കിയതും കണവ ഇങ്ങനെ റോസ്റ്റാക്കി എടുത്തതും വേണ്ടേ ചോറും. ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ കഴിക്കട്ടെ കേട്ടോ.